മഞ്ഞൾ എന്തേലും പറിക്കാൻ കിടക്കണം നോക്കിക്കേ. ഇഷ്ടംപോലെ മഞ്ഞൾ. കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ കൃഷി ഓഫീസിൽ നിന്ന് വന്നായിരുന്നു. ഇത്ര സ്ക്വയർ ഫീറ്റിന് ഇത്ര അവരുടെ ഒരു അളവിനകത്ത് അവരുടെ കണക്കിനുള്ള മഞ്ഞൾ കിട്ടിയോന്ന്. പക്ഷെ അവരുടെ കണക്ക് കൂടുതൽ എനിക്ക് മഞ്ഞൾ കിട്ടി. എനിക്ക് അതിനുള്ള ബഹുമാനമായിട്ട് കുറെ പൈസയും തന്നു. അതാ ഞാൻ പറഞ്ഞേ കുറെ പൈസ ചെയ്യുന്നവരോട് ചോദിച്ചാൽ യഥാർത്ഥ വിവരം അറിയാൻ പറ്റുള്ളൂ. ഇപ്പൊ അങ്ങനെ ഇനി പറിക്കാൻ കിടക്കുക. മഞ്ഞൾ പറിക്കാൻ കിടപ്പുണ്ടെന്ന് പറഞ്ഞില്ലേ? ഈ പ്രാവശ്യം അമ്മായി മഞ്ഞളൊക്കെ പറിച്ച് ഇട്ടിട്ടുണ്ട്. മഞ്ഞളിന്റെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ചോദിച്ചറിയാം. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം പറിച്ച മഞ്ഞൾ. ഇഞ്ചി ഇത് ഗ്രോ ബാഗിൽ നട്ടിരുന്നായിരുന്നു. ഗ്രോ ബാഗിൽ നട്ടിരുന്നത്. അതെയോ? ഗ്രോ ബാഗിൽ നട്ടിരുന്ന മഞ്ഞൾ. ഇതും കേടൊന്നും വന്നില്ലല്ലോ, എല്ലാം നല്ല ഭംഗിയായിട്ട് വന്നില്ലേ? ഒറ്റ കേടുമില്ല. ചാണകം തൊടിയിക്കല, ചാണകം ഇല്ല, അല്ലാത്ത വളങ്ങൾ. ഇടയ്ക്ക് ചാരം ഇടും. പിന്നെ ഇതിനും ഒരു 10-12 ദിവസമൊക്കെ കൂടുമ്പം അടുക്കളയിലെ വേസ്റ്റിന്റെ വെള്ളം ഒഴിക്കും. മറ്റേതുപോലെ തന്നെ ചാണകം ഇടില്ല വെള്ളം, അടുക്കളയിലെ വേസ്റ്റിന്റെ വെള്ളം. ചാണകം ഇടില്ലാന്ന് മാത്രമേ ഉള്ളൂ. ചാണകം ഇടിയല, കരിക്ക് പിടിക്കുന്ന പോലത്തെ ഒരു രോഗം ഉണ്ടാവും. ചാണകം ഇടിയല. പിന്നെ അടുക്കളയിലെ വേസ്റ്റ് ഇട്ട വെള്ളത്തിലേക്ക് മറ്റേ നമ്മുടെ ഇല അല്ലേ, നമ്മുടെ ആ കൊന്നയുടെ ഇല ഇടില്ലേ, ചീമക്കൊന്നയുടെ ഇല, ചീമക്കൊന്നയുടെ ഇലയും കൂടെ ഇട്ട് ആ വെള്ളം കോരി ഒഴിക്കും. ഒരു 10-15 ദിവസമൊക്കെ കൂടുമ്പോൾ ഒഴിച്ചാൽ മതി. ഇത് ഇഞ്ചിക്കും ഇതിനും ഒന്നും എന്നും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. 15 ദിവസം കൂടുമ്പോൾ ഓരോ കപ്പ് ഒഴിക്കുക. അത്രേ ഉള്ളൂ. വലിയ പരിചരണങ്ങളൊന്നും വേണ്ട. പിന്നെ അതിനകത്ത് കള പിടിക്കാതെ നോക്കണം. അത്രേ ഉള്ളൂ. കള മാത്രം പറിച്ച് കളയണം അല്ലേ? അതെ, ഇതുപോലത്തെ ഇതുണ്ടോ ഗ്രോ ബാഗിൽ നടുന്ന ഇതാണ്. നിലത്ത് നടുന്നതിനേക്കാളും നല്ലത് എന്തായാലും ഗ്രോ ബാഗ് തന്നെ അല്ലേ? ഗ്രോ ബാഗിലാണ് ഏറ്റവും നല്ല സുന്ദരം. നമുക്ക് പണി എളുപ്പം. കള പറിക്കണ്ട, ഒന്നും വേണ്ട. നമുക്ക് വലിയ വലിയ പാവുകളായിട്ട് കണ്ടോ ഇങ്ങനെ കിട്ടുന്നില്ലേ? ഇത്ര നേട്ടിയാൽ പോരെ, സംതൃപ്തിയല്ലേ? പിന്നെ ധാരാളം സംതൃപ്തിയല്ലേ? ഒരു കഷ്ണം വെച്ചിട്ടല്ലേ ഇതുപോലെ കിട്ടുന്നേ? അതെ, ഒരേ ഒരു പീസ് വെച്ചിട്ട്. കഷ്ണം എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ പുഴുങ്ങാൻ നേരത്തെ ഇങ്ങനെ ഇങ്ങോട്ട് അടത്തിയെടുക്കും. എന്നിട്ട് ഇതിന്റെ വേരുകളെല്ലാം കളയും. എന്നിട്ട് നടുന്നത് ഈ തടയാണ്. ഈ തട വൃത്തിയാക്കി എടുക്കും. ഈ തടയാ നടാറുള്ളത് അല്ലേ? തട ഇതിപ്പം അധികം വെയിൽ കൊള്ളാതെ ഈ തണലത്ത് എവിടെയെങ്കിലും ഇട്ടിട്ട് ഇത്തിരി കുറച്ച് കരിയിലേക്ക് അതിന്റെ മുകളിൽ ഇട്ട് വെക്കും. ഈ തടയുടെ അങ്ങനെ കരിയിലിട്ട് മൂടി കഴിഞ്ഞാൽ നടാൻ സമയത്ത് ഇത് നല്ല വൃത്തിയായിട്ട് ഈ വേരൊക്കെ കളയണം, ഒരുക്കി എടുക്കും. നല്ല മണ്ണിനടി വെക്കാനാണെങ്കിലും നല്ല വൃത്തിയായിട്ട് വേണ്ടേ? അപ്പം എന്ത് ചെയ്യണ്ടോ, ഇതുപോലെ ഉള്ള തട. ഈ തടയാണ് നമ്മൾ ചാണകം തൊടാതെ ഇത് കുറച്ച് കുമ്മായവും കുറച്ച് ചാരവും ഒക്കെ ഇട്ട് തളിച്ച് ഒരു 3-4 ദിവസം ഇട്ടിരുന്ന കൂടിനകത്തേക്ക് ഈ തട ഇങ്ങനെ ഒരു 4 വേണ്ട, വലിയ കൂടാണെങ്കിൽ 4 മതി, അല്ലെങ്കിൽ ഒരു 3 വെച്ചാൽ മതി. ഒരു 3 ഇത്തരം തട വെച്ച് കഴിയുമ്പോൾ അത് കിളുത്ത് വന്നു കഴിയുമ്പോൾ വല്ലപ്പോഴും ഇത്തിരി ചാരം ഇടുക, വല്ലപ്പോഴും ഈ 10-15 ദിവസം കൂടുമ്പോൾ ഈ ജൈവ സ്ലറി ഒഴിക്കുക. അത്രയും മതി. പിന്നെ അതിനകത്ത് കൂടിനകത്ത് അധികം കാട് പിടിക്കലോ ഉള്ള കാട് പറിച്ച് കളയണം. പിന്നെ അതും ഇതുപോലെ ഇങ്ങനെ ഇതിന്റെ ഇത് മായുന്നതാണ് കണക്ക് അല്ലേ? അതിന്റെ ഇല ഇങ്ങനെ പൊങ്ങി വരുന്നതനുസരിച്ച് ഇടയ്ക്കൊക്കെ മണ്ണിടണം, ഇട്ട് കൊടുക്കണം. ഇടയ്ക്ക് നമ്മള് പറമ്പിൽ നടുവാണെങ്കിൽ ഏരി തോണ്ടി നടുമ്പോൾ നമ്മൾ മണ്ണിടും. ഇഞ്ചിക്ക് ഇടുന്നവിടെ തന്നെ ഇടയ്ക്ക് തന്നെ മഞ്ഞളും ലെയറായിട്ട് ഇങ്ങനെ വരുമ്പോൾ മണ്ണിടും. കുറച്ച് പൊങ്ങി വരും തോറും മണ്ണിട്ട് കൊടുക്കും. പല ലെയറായിട്ട് വരും. എന്നിട്ട് മണ്ണിട്ടു. പിന്നെ പറിക്കണ സമയം കണ്ടോ, ഇലകളെല്ലാം കരിഞ്ഞ് ഇതുണ്ടോ, ഇതാണ് പാടിന്റെ പുറത്തേക്ക് ഇതിങ്ങനെ തളർന്ന് വീഴും. ഈ ഇല ഈ പരുവത്തിൽ ഉണങ്ങി, പച്ചരി എല്ലാം ഉണങ്ങി ഈ പരുവത്തിലാകുമ്പോൾ പിന്നെ പറിക്കുന്നതിന് നമുക്കൊരു മാസമുണ്ട്. വൃശ്ചിക മാസമൊക്കെ വരുമ്പോൾ, വൃശ്ചികം ഇപ്പം ഇത് മകരമാസമല്ലേ, വൃശ്ചികം ധാന്യവും മകരം അങ്ങനെയൊക്കെയുള്ള ഇതിലാണ് നമ്മൾ പറിക്കുന്നത്. ഇതിപ്പോൾ കഴിഞ്ഞ ആഴ്ച പറിച്ചുള്ളൂ. ഇപ്പം ഇത് മകരമാസം പറക്കുന്നല്ലേ ഉള്ളൂ. അപ്പം ധാന്യമാസത്തിൽ പറിച്ചു. ഇപ്പോൾ ഇത് പറിച്ചിട്ട് 3-4 ദിവസമേ ആയുള്ളൂ. ഇത് ഇങ്ങനെ കൂട് കമത്തി അങ്ങനെ വളരെ സ്ലോ ആയിട്ട് ഒരെണ്ണം പോലും പോകാതെ കിട്ടും, പോകാതെ എടുത്ത് കമത്തി അങ്ങിടും. എന്നിട്ട് അതിന്റെ സൈഡിൽ പിടിച്ച് കൂടിങ്ങ പൊക്കിയെടുക്കും. ഇതിനകത്ത് ബാക്കി അധികം മണ്ണ് കാണില്ല അല്ലേ? മണ്ണ് ഇതിനകത്തേക്ക് വരും. ഇതിന്റെ ഇടയ്ക്കേക്ക് വരും. മണ്ണ് തന്നെ വീണ്ടും റീപ്ലാന്റ് ചെയ്യുന്ന പോലെ ആ മണ്ണ് തന്നെ വീണ്ടും ചാരമൊക്കെ ഇട്ട് കുമ്മായൊക്കെ ഇട്ടാണ് അടുത്ത പ്രാവശ്യം നടാൻ. ആ മണ്ണ് തന്നെ മതി. കുറച്ചുകൂടെ നമ്മൾ ആ മണ്ണിനെ കെയറിങ് കൊടുക്കണം. വെച്ചാൽ വളം ഇത് വലിച്ചെടുക്കും. അതുകൊണ്ട് പിന്നെ ഇത് കേടെന്തെങ്കിലും വരാറുണ്ടോ? സാധാരണ മഞ്ഞളിന് കേടെന്തെങ്കിലും വരാറുണ്ടോ? മഞ്ഞളിന് എന്തെങ്കിലും കേട് വരാറുണ്ടോ? ചീച്ചിൽ പോലെ, ഇഞ്ചി പോലെ അങ്ങനെയൊന്നും വരില്ല ഇതിനല്ലേ? എനിക്ക് ഇതുവരെ വന്നില്ല അങ്ങനെ. എനിക്ക് അറിയാൻ മേലെ മോളെ, എനിക്ക് അങ്ങനെ ഇതുവരെ വന്നിട്ടില്ല. അതെ ഉണ്ടോ? ശരിയാ, ഇതുണ്ടോ? ഇതൊക്കെ മനസ്സിന് എന്ത് സംതൃപ്തി. ഇങ്ങനെ കൂട് കുടഞ്ഞിടുമ്പോൾ ഇതുപോലെ കിട്ടുന്നു. എന്നിട്ട് ഇതിൻ്റെ എന്തുണ്ടോ ഇത്രയും വിത്ത് ഇങ്ങനെ അടത്തിയെടുത്തിട്ട് ഇത് തട മാത്രം ഒരു തട വെക്കണം കംപ്ലീറ്റ്. ഇത് ഒരുക്കണ്ട, വെറുതെ വെച്ചിട്ട് കരിയിലിട്ട് മൂടും. പിന്നെ ഇത് നടാൻ നേരത്തെ ഇങ്ങനെ ഒരുക്കിയെടുക്കും. ഒരുക്കിയെടുത്തിട്ട് വൃത്തിയും ഭംഗിയായിട്ടുള്ള മണ്ണൊക്കെ ഒരുക്കി വെച്ചേക്കണം. കൂടിനകത്തേക്ക് ഇത് കൂടെ ഒരു 3 നട്ട് കഴിയുമ്പോൾ ഉണങ്ങാതെ എടുത്ത് വെച്ചേക്കുക. ഉണങ്ങരുത്.
പോയാലേ കരിയിലൊക്കെ ഇട്ട് മൂടി വെച്ചേക്കുക. ആരോഗ്യമായിട്ട് കിളുത്ത് വരികയല്ലോ. അല്ലാതെ ഇത് വേറെ ഒന്നിനകത്ത് മുക്കേണ്ട ആവശ്യങ്ങളൊന്നും വരുന്നില്ല. ഇതൊന്നും ഒന്നിനകത്ത് മുക്കണ്ട. അല്ല, നമ്മൾ ഇഞ്ചി സ്യൂഡോമോണസിലൊക്കെ മുക്കിയില്ലേ, ഇതിന് അതിന്റെ ആവശ്യമില്ല. വേണ്ട, അത്രയും പോലും പണിയില്ല ഇതിനാ. വേണ്ട, മഞ്ഞളല്ലേ അല്ലേ, കീടങ്ങൾ വരില്ല. പിന്നെ ഇതിന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ചാൽ ഇത് വേഗം വാട്ടാൻ നേരത്ത് കുറച്ചധികം സമയം വേണം. കപ്പ വാട്ടുന്ന പോലെ ഒന്നും എളുപ്പമില്ല. ഇത് ഇങ്ങനെ വാട്ടുമ്പം ഒരു കണക്കുണ്ടല്ലോ, കുറച്ചധികം സമയം എടുക്കണം. ഇത് ഇങ്ങനെ ഇപ്പോൾ ഒരു ഇത് വാട്ടുമല്ലേ, വാട്ടി കഴിയുമ്പോൾ ഇതിങ്ങനെ നമ്മൾ ഒടിച്ചു നോക്കണം. ഒടിച്ചു നോക്കുമ്പോൾ ഈ വളിച്ച സാധനത്തിൽ നിന്ന് നൂല് വരികയല്ലേ, ഭക്ഷണ സാധനങ്ങൾ വലിച്ചു കഴിയുമ്പോൾ നൂല് ഭാഗം, അതുപോലെ നൂല് ഇങ്ങനെ നീണ്ടുവരും. ആ നൂല് ഭാഗമാണ് ഇതിന്റെ വേവിന്റെ കണക്ക്. അപ്പൊ അത് ഇങ്ങനെ ഏറ്റവും വലിയ കഷ്ണം എടുത്ത് ഒടിച്ചു നോക്കണം. വലിയ കഷ്ണം ആയിട്ടുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ആയി. വലിയ കഷ്ണം ആയിട്ടുണ്ടെങ്കിൽ ബാക്കിയെല്ലാം ആയി. അപ്പൊ ആ വലിയ കഷ്ണത്തിന് നൂല് പാകുന്ന പോലെ ഇങ്ങനെ വരും. അന്നേരമാണ് ഇതിന്റെ വേവ് കണക്ക്. എന്നിട്ട് അത് കുറച്ച് ആറി കഴിയുമ്പോൾ അതെടുത്ത് വാർക്കപ്പുറത്തേക്ക് ഇടും. കുറച്ച് തണുത്ത് കഴിയുമ്പോൾ എടുത്ത് വാർക്കയുടെ പൊക്കത്തിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് സൂപ്പറായിട്ട് ഉണങ്ങി വരും. എന്നിട്ട് അതെല്ലാം കൂടെ തൂത്ത് വാരുമ്പോൾ വാർക്കയിലെ പൊടിയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് എല്ലാം കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് വാരി എടുത്ത് പൊടിച്ചെടുത്താൽ മതി. അധികം തണുക്കുന്നതിന് മുമ്പ് കൊണ്ടേ അങ്ങ് പൊടിച്ചാൽ സന്ധ്യയാകുമ്പോൾ കൊണ്ട് കൊടുക്കും. രാവിലെ ഇങ്ങനത്തെ പൊടിക്കുന്ന സാധനങ്ങളൊക്കെ രാത്രിയിലാണ് പൊടിച്ചിരുന്നത്. അല്ലെങ്കിൽ അടുത്ത കടകളൊക്കെ ഉള്ളപ്പം അത് അതിൻ്റെ പൊടി വറക്കില്ലേ. അപ്പം ഞാൻ മുളക് പൊടിപ്പിക്കുന്നതും ഇതൊക്കെ പൊടിപ്പിക്കുന്നതും എല്ലാം ഇങ്ങനെ ഇതുള്ള സാധനങ്ങൾ മഞ്ഞളൊക്കെ പൊടിപ്പിക്കുന്നതും ഒക്കെ സന്ധ്യയാകുമ്പോൾ കൊണ്ട് കൊടുക്കും. പിറ്റേ ദിവസം രാവിലെ ഒരു 10 മണിയാകുമ്പോഴത്തേനും ചെന്ന് ഞാൻ എടുത്തുകൊണ്ട് വരും. അപ്പോൾ അങ്ങനെ അത് എടുക്കുക. എന്നിട്ട് നമ്മുടെ ആവശ്യം എടുത്തു കഴിഞ്ഞിട്ട് ബാക്കി നമുക്ക് വിൽക്കാം. എൻ്റെയും പിള്ളേരുടെയൊക്കെ ആവശ്യം കഴിഞ്ഞിട്ട് ബാക്കി ഉള്ളൂ. വലിയ മുടക്കം വരുന്നില്ല. വലിയ മുടക്കും വലിയ അധ്വാനം വരില്ല. എനിക്ക് ഏറ്റവും ഇഷ്ടമായി ഇത് മഞ്ഞൾ നടുന്നത്. അപ്പം ഇതിങ്ങനെ പറിച്ച് കിടക്കുന്ന കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ആത്മസംതൃപ്തിയല്ലേ. ഇത് പറിച്ചിങ്ങനെ ഇട്ട് ഉണക്കാൻ പാടില്ലല്ലോ. ഉണക്കാൻ പാടില്ല. ഇതിന് ഏറ്റവും പാടുള്ളത് ഈ ഇത് വേവിക്കുന്ന കാര്യത്തിൽ അധികം സമയം തീകത്തിക്കണം. ഒന്നും ഭാരമായിട്ട് തോന്നാതെ നമ്മൾ വലിയ തടി കഷ്ണം എടുത്ത് വിറകുണ്ട് ഇഷ്ടം പോലെ. വലിയ തടി കഷ്ണം എടുത്ത് അടിയും. മഞ്ഞൾ എന്തായാലും കൂട് പൊട്ടിച്ച് ചിലപ്പോൾ വെളിയിലേക്കും വരും അല്ലേ. കൂട് പൊട്ടിച്ച് വെളിയിലേക്ക് വരുന്ന സന്ദർഭങ്ങളില്ലേ, വെളി വരും. ആ കൂട് പിന്നീട് കൂട് നമ്മളൊരു പകുതിയേ നിറയ്ക്കാവുള്ളൂ. മണ്ണ് പല ലെയർ വരും. കാരണം പൊക്കത്തി വീണ്ടും ഇട്ട് കൊടുക്കുമ്പോൾ പൊങ്ങി 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 വരും. നല്ല വിളവും കിട്ടും. പിന്നെ നമ്മൾ ഏറ്റവും നമ്മൾ എന്ത് കൃഷി നട്ടാലും രാവിലെയും വൈകുന്നേരവും അവരെ നമ്മൾ കെയർ ചെയ്യുന്നുണ്ടെന്നുള്ള ഇതിൽ നമ്മൾ ഇറങ്ങി അവരെ ഒന്ന് ശുശ്രൂഷിക്കണം, ഒന്ന് നോക്കണം. നമ്മുടെ പിള്ളേരോട് കാണിക്കുന്ന ആ ലാളന ഒന്ന് തളത്തോ മക്കളെ പൂത്തോ മക്കളെ എന്നൊക്കെ പറഞ്ഞ് ഒന്ന് നോക്കുക. എൻ്റെ ഏറ്റവും വലിയ മരുന്ന് അതാണ് ഇവരോട് കാണിക്കുന്നത്.